നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന്റെ മെഗാ താരലേലം വരാൻ പോവുകയാണ്. ഈ മാസം 24, 25 തീയതികളിലായി ജിദ്ദയിലാണ് ഇത്തവണത്തെ താരലേലം നടക്കുന്നത്. ഇത്തവണത്തെ ലേലം വളരെ വാശിയേറിയതാകും. പല സൂപ്പർ താരങ്ങളും ഇത്തവണ ലേലത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഋഷഭ് പന്ത്, KL രാഹുൽ, ശ്രേയസ് അയ്യർ, ജോസ് ബട്ട്ലർ എന്നിവരെല്ലാം ഇത്തവണ ലേലത്തിലേക്ക് എത്തിപ്പെട്ടവരാണ്. ഇവരെല്ലാം കോടികൾ പ്രതിഫലം വാങ്ങി ഞെട്ടിക്കാൻ കെൽപ്പുള്ളവരുമാണ്. ഇതിൽ ആരാകും ഇത്തവണ ലേലത്തിലെ റെക്കോർഡുകളെല്ലാം ഭേദിച്ച പ്രതിഫലത്തിൽ ഒന്നാമതാവുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പല യുവതാരങ്ങളും ഇത്തവണയും വലിയ നേട്ടം കൊയ്യാൻ സാധ്യതയുണ്ട്. ഇതിലൊരാളായി അർജുൻ ടെണ്ടുൽക്കറും മാറിയേക്കുമെന്നാണ് അറിയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനെന്ന നിലയിൽ വലിയ വാർത്താ ശ്രദ്ധ ലഭിക്കുന്ന താരമാണ് അർജുൻ ടെണ്ടുൽക്കർ. മുംബൈക്കായി കളിച്ച് IPL അരങ്ങേറ്റം നടത്തിയെങ്കിലും പ്രതീക്ഷിച്ച പോലെ സീറ്റ് ഉറപ്പിക്കാൻ അർജുന് സാധിച്ചിട്ടില്ല. സച്ചിന്റെ സ്വാധീനമാണ് അർജുന് മുംബൈയിൽ സീറ്റ് നേടിക്കൊടുക്കുന്നതെന്ന ആക്ഷേപം നേരത്തെ മുതൽ ഉള്ളതാണ്. എന്നാൽ ഇത്തവണ അർജുനെ മുംബൈ നിരയിൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറയപ്പെടുന്നത്. സച്ചിന്റെ മകൻ മറ്റൊരു സൂപ്പർ ടീമിലേക്ക് പോയേക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഓൾറൗണ്ടർ എന്ന നിലയിൽ അർജുൻ ടെണ്ടുൽക്കറുടെ സമീപകാല പ്രകടനങ്ങൾ മികച്ചതാണ്. രഞ്ജി ട്രോഫിയിൽ ഗോവയ്ക്കായി കളിക്കുന്ന അർജുൻ കഴിഞ്ഞ ദിവസം 5 വിക്കറ്റ് പ്രകടനമടക്കം നടത്തി ഞെട്ടിച്ചിരുന്നു. ഇതിനോടകം സെഞ്ചുറി പ്രകടനം നടത്തി കയ്യടി നേടാനും അർജുന് സാധിച്ചിട്ടുണ്ട്. സച്ചിന്റെ മകനെന്ന അമിത സമ്മർദ്ദവും മുംബൈയിലെത്തിയത് അച്ഛന്റെ പിന്തുണ കൊണ്ടാണെന്നുമുള്ള പരിഹാസങ്ങളും അർജുനെ മാനസികമായി തളർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ യുവതാരത്തിന്റെ സമീപകാല പ്രകടനങ്ങളിൽ നിന്ന് അദ്ദേഹം തന്റെ കഴിവുകൾ തെളിയിക്കുന്നുണ്ട്. ഓൾറൗണ്ട് പ്രകടനത്തോടെ മിന്നിക്കുന്ന അർജുൻ തന്റെ പ്രതിഭ കാട്ടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുംബൈയിലേക്ക് പോകാൻ അർജുൻ തയ്യാറായേക്കില്ല. എന്തായാലും ലേലത്തിൽ അർജുൻ പുതിയ ടീമിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ്. അർജുനെ ചില പ്രമുഖ ടീമുകൾ ഓൾറൗണ്ടർ റോളിൽ തന്നെ നോട്ടമിടുന്നുണ്ട് എന്നാണ് വിവരം. മെഗാലേലത്തിൽ അർജുൻ ടെണ്ടുൽക്കറെ നോട്ടമിടുന്ന പ്രധാന ടീം RCB ആണെന്നാണ് വിവരം. വരുന്ന സീസണിൽ വലിയ അഴിച്ചുപണി RCB നടത്തും. 3 താരങ്ങളെ മാത്രമാണ് RCB നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി താരങ്ങളെ ഇനിയും RCBക്ക് ആവശ്യമാണ്. അർജുനെ ചെറിയ തുകയ്ക്ക് ടീമിലെത്തിച്ച് ഓൾറൗണ്ടറായി കളിപ്പിക്കാനായിരിക്കും RCB ഉദ്ദേശിക്കുന്നത്. RCBയിലേക്ക് പോകുന്നത് അർജുനും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. വിരാട് കോഹ്ലി ഉൾപ്പെടുന്ന RCBക്കൊപ്പം തിളങ്ങാനായാൽ അർജുന്റെ പ്രകടനം കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും സാധ്യതയേറെയാണ്. സച്ചിന്റെ മകനെന്ന അമിത പരിഗണന മുംബൈയിൽ കളിക്കുമ്പോൾ അർജുന് ലഭിക്കുന്നുണ്ട്. ഇത് താരമെന്ന നിലയിലെ വളർച്ചയ്ക്കും തടസ്സമാണ്. ഈ ഒരു സാഹചര്യത്തിൽ RCBയിൽ നിന്ന് ഓഫർ ലഭിച്ചാൽ അർജുന്റെ കരിയറിന് അത് വളരെയധികം ഗുണം ചെയ്തേക്കും. ലേലത്തിൽ അർജുന് വലിയ പ്രതിഫലം ലഭിക്കാൻ സാധ്യത കുറവാണ് എങ്കിലും RCBയിൽ സീറ്റ് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇടം കൈയ്യൻ പേസ് ഓൾറൗണ്ടറായ അർജുൻ 17 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് 37 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ 15 ലിസ്റ്റ് A ക്രിക്കറ്റിൽ നിന്ന് 21 വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ട്. 21 T20യിൽ നിന്നായി 26 വിക്കറ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. T20യിൽ ഇക്കണോമി മോശമാണ് എന്നതാണ് അർജുന്റെ ഒരു പ്രശ്നം. ഉയർന്ന കായികക്ഷമതയുള്ള അർജുന് അതിനൊത്ത വേഗം ബൗളിംഗിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. വരുന്ന സീസണിൽ മെച്ചപ്പെട്ട പ്രകടനത്തോടെ കസറാൻ അർജുനാകുമെന്ന് തന്നെ കരുതാം.